കർത്താവ് പടകിലിറങ്ങി അക്കരെ എത്തിക്കഴിഞ്ഞപ്പോൾ ഗദരദേശത്ത് എത്തി. ആ ഭാഗം നമുക്ക് പിന്നെ ചിന്തിക്കാം. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ വന്ന് ആരെതിരേറ്റു? യേശുവിനെ എതിരേറ്റു. പ്രൈസ് ദി ലോർഡ്. മാർക്കോസ് അവനെ അശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ് മത്തായി പറയുന്നത് പ്രൈസ് ദി ലോർഡ് ഭൂതഗ്രസ്തൻ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ലൂക്കോസ് പറയുമ്പോൾ അത് ഭൂതം ബാധിച്ചവൻ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഭൂതം ബാധിക്കുക, പ്രൈസ് ദി ലോർഡ്, അശുദ്ധാത്മാവ് ബാധിക്കുക, ഇതെങ്ങനെയാ വരുന്നേ? ഭൂതം ബാധിക്കാൻ നമുക്കറിയാം അല്ലേ? ഇതെങ്ങനെയാ വരുന്നേ? കൂടോത്രം ചെയ്തിട്ടാണോ? ഇവർക്ക് എങ്ങനെയാ ഭൂതം ബാധിച്ചത്? പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിനകത്ത് ഒരുപാട് അതിന് അടയാളങ്ങൾ പെടുത്തി പറയുന്നുണ്ട്. എന്നാലും ചില ഭാഗങ്ങൾ പറഞ്ഞിട്ട് വേഗത്തിൽ ഈ ഭാഗത്ത് അടുത്തേക്ക് കടക്കുവാൻ തക്കൊണ്ട് ഞാൻ ആഗ്രഹിക്കും. ഒരു വാക്യം വായിച്ചേ. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനും അത്രേ. പ്രൈസ് ദി ലോർഡ്. ശരിയായ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനും അത്രേ. അപ്പം വേറെ വഴി വാതിൽ തുറന്നിട്ടത് കൊണ്ടല്ലേ? വേറെ വാതില് തുറന്നിട്ടത് കൊണ്ടല്ലേ? ഒരിക്കൽ ഒരു സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. നന്നായിട്ട് പൊക്കോണ്ടിരുന്ന കുടുംബമാണ്. ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാണ്, നല്ല കുടുംബജീവിതമുള്ളവരാണ്, പാളയത്തിലൊക്കെ പോകുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഭർത്താവും ഭാര്യയൊക്കെ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുന്ന ഒരു കുടുംബമാണ്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? പെട്ടെന്ന് അതെന്ന് അറിയത്തില്ല, ഭവനത്തിനകത്ത് എന്തോ വലിയ വിഷയങ്ങളുണ്ടായി. എന്നിട്ട് പറയുമോ, പ്രൈസ് ദി ലോർഡ്, പക്ഷേ എങ്ങനെയാ ഈ വിഷയങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായത് ഞങ്ങൾക്ക് അറിയത്തില്ല. എല്ലാം ശരിയായി പൊക്കോണ്ടിരുന്നതാ, ഒരു കുഴപ്പവും ഇല്ലായിരുന്നു, ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം പ്രശ്നങ്ങൾ ആരംഭിച്ചു. അത് ഓരോ ദിവസം കഴിയും തോറും അത് വഷളായി വലിയ പ്രശ്നങ്ങളിലേക്ക് അത് പരിണമിച്ചു. ഇതെവിടെന്നാ വന്നതെന്ന് അറിയത്തില്ല, വന്നത് എവിടാന്ന് മനസ്സിലായില്ലേ? പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് ചേരാത്ത വാതിലുകൾ, ശത്രുവിനകത്ത് കടക്കുവാൻ കഴിയുന്ന വാതിലുകൾ ഇന്ന് പകൽക്കാലം നിങ്ങൾ അങ്ങ് അടച്ചു കളയണം. പ്രൈസ് ദി ലോർഡ്. കുഴപ്പമില്ല, സാരമില്ല എന്നൊന്നും പറഞ്ഞ് എന്ത് ചെയ്യരുത്, കളയരുത്. ശത്രുവിനെ അകത്ത് കടക്കും. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചോളണം. നിങ്ങൾ ശത്രുവിനെ അകത്ത് കടക്കാൻ കഴിയുന്ന വാതിലുകളെ നിസ്സാരമെന്ന് പറയരുത്. പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ആരാധനയിൽ പോയില്ലെങ്കിൽ കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ഇച്ചിരി കോപിച്ചാലും കുഴപ്പമില്ല, പ്രശ്നങ്ങൾ വന്നാലും കുഴപ്പമില്ല. ഈ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത് ശത്രു അകത്ത് കടക്കാനുള്ള വാതിലുകളാ. അശുദ്ധാത്മാവ് ബാധിച്ചവൻ പെട്ടെന്ന് മുളപൊട്ടി ഉണ്ടായതല്ല. പ്രൈസ് ദി ലോർഡ്. അവന് അകത്ത് കടക്കുവാൻ, അശുദ്ധാത്മാവിന് അകത്ത് കടക്കുവാൻ വേണം ഏതോ വാതിലുകളൊക്കെ ഒരിക്കൽ തുറന്നിട്ടത് കൊണ്ട് അശുദ്ധാത്മാവ് അകത്ത് കടന്നത്. പിശാച് അകത്ത് കടന്നു കഴിഞ്ഞാല് പ്രൈസ് ദി ലോർഡ് ജീവിതത്തെ മാറ്റിക്കളയും, ഷെയ്പ്പ് ഔട്ടായി കളയും. നമ്മൾ താഴെയുള്ള ഭാഗം പഠിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. പിശാചൊന്ന് അകത്തോട്ട് കടന്ന് 2 വേദപുസ്തകം പഠിപ്പിക്കുന്ന 2 എന്ന് പഠിപ്പിക്കുന്നു. ഒന്ന്, അശുദ്ധാത്മാവ് ആയ മനുഷ്യനെ കുറിച്ച് നമ്മൾ 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഡോണ്ട് യു നോ ദാറ്റ് യുവർ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾക്ക് അറിയത്തില്ലേ നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? കണ്ടോ, നമ്മളെ ശരീരത്തിൽ ഒന്നുകിൽ നമ്മൾ പരിശുദ്ധാത്മാവിനാണ് കൊടുത്തിട്ട് പറയണം, കർത്താവേ എൻ്റെ ശരീരത്തിൽ നീ വസിക്കണം, എൻ്റെ ആഗ്രഹം പരിശുദ്ധാത്മാവിനിൽ വസിക്കാനുള്ളതാ. ഇനി അതല്ല, നമ്മൾ പാപം ചെയ്ത് പാപചിന്തകൾ ചെയ്ത് ലോകപ്രകാരം ജീവിച്ചിട്ട് പ്രൈസ് ദി ലോർഡ് അങ്ങനെ നമ്മൾ ജീവിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ ആർക്കാ വാതിൽ തുറന്നു കൊടുക്കുന്നത്? പിശാചിനെ. അതിച്ചിരി കഴിയുമ്പം അവൻ അകത്തോട്ട് കയറിയേച്ച് അവൻ പണിയാൻ തുടങ്ങും. നമ്മൾ അറിയാത്ത ലെവലിലോട്ട് വിഷയങ്ങൾ കൊണ്ട്. ഈ മനുഷ്യനെ നോക്കിയേ, നല്ലൊരു ചെറുപ്പക്കാരനാ, പ്രൈസ് ദി ലോർഡ്, നന്നായിട്ട് ജീവിച്ചവനാ, ഒരു വിഷയങ്ങളും ഇല്ലായിരുന്നവനാ. പിന്നെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവൻ നല്ല കഴിവുള്ളവനാ. പ്രൈസ് ദി ലോർഡ്. അവൻ നല്ല കഴിവുള്ളവനാ. പക്ഷെ എന്തുവാ ചെയ്തത്? പിശാച് അവനിൽ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവനെ പിടിച്ച് അവന്റെ ജീവിതത്തെ അങ്ങ് മുരടിപ്പിച്ച് നാമാവിശേഷമാക്കി കളഞ്ഞു. നമ്മൾ പറയും കുഞ്ഞുങ്ങൾക്കുള്ള ദൂതാണെന്ന്. കുഞ്ഞുങ്ങൾക്കുള്ള ദൂത് മാത്രമൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ഭൂതഗ്രസ്തൻ ആരുമാവാം. ദൈവത്തിന് ഏത് അവസ്ഥയും മാറ്റാൻ കഴിയും. നമ്മൾ പ്രാർത്ഥനയോടെ ആയിരുന്നു വായിച്ചേ. 5-ാം അധ്യായത്തിൽ നമ്മളിവിടെ വായിക്കുന്ന 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു, ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാ. പ്രൈസ് ദി ലോർഡ്. അവന്റെ പാർപ്പ് ഈ കല്ലറകളിലാണ്. യഹൂദന്മാർ കല്ലറ കെട്ടുന്ന നമ്മളെ പോലെ പ്രൈസ് ദി ലോർഡ് ഇങ്ങനെ സെമിത്തേരി ഒരു സ്ഥലത്ത് ഉണ്ടാക്കിയിടുക, അവിടെ കൊണ്ടുവന്ന് ഡെഡ് ബോഡി അടക്കം ചെയ്യുന്ന രീതിയല്ല അവർക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ എങ്ങനെയാ
ഈ യഹൂദന്മാർ നാടുകളിലെല്ലാം കൂടുതലും മലഞ്ചെരിവുകളല്ലേ, പ്രൈസ് ലോർഡ്, ഹില്ലി ഏരിയകളാണ്, മലഞ്ചെരിവുകളാണ്. അതിൻ്റെ പ്രൈസ് ലോർഡ് മലഞ്ചെരിവുകളിലായിട്ട് തന്നെ അവർ കല്ലറുകൾ വെട്ടി ഉണ്ടാക്കിയിട്ട് ഈ ഡെഡ് ബോഡി അതിനകത്തോട്ട് കയറ്റി വെക്കും. പ്രൈസ് ലോർഡ്. യേശു കർത്താവിനെ അടക്കം ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, അരിമത്തിക്കാരനായ യോസഫിന്റെ കല്ലറയിൽ ആരെയും അടക്കം ചെയ്തില്ലാത്ത അവർ വെട്ടിയുണ്ടാക്കിയ കല്ലറ എന്ന് പറഞ്ഞാൽ പാറയ്ക്കകത്ത് വെട്ടിയുണ്ടാക്കിയ കല്ലറ. അത് രണ്ടാമത്തെ പ്രോസസ്. പ്രൈസ് ലോർഡ്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് പാറകൾക്കകത്ത് കല്ലറകൾ വെട്ടിയുണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ഈ ശരീരങ്ങൾ എന്ത് ചെയ്യും, അവരങ്ങോട്ട് തിരികെ കയറ്റും. പ്രൈസ് ലോർഡ്. അപ്പോൾ ഒരു പക്ഷേ ഒരു കുടുംബത്തിനകത്ത് 8-10 പേരുണ്ടെങ്കിൽ ആദ്യത്തെ ആൾ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ഡെഡ് ബോഡി അകത്താക്കി കഴിഞ്ഞിട്ട് അതിനെ മൂടി നന്നായിട്ട് അടച്ചങ്ങ് വെക്കും. എന്നിട്ട് അടുത്തയാൾ മരിക്കുമ്പോൾ പിന്നെയും അടുത്ത ബോഡി കൊണ്ടുവന്ന് അതിനകത്തോട്ട് അങ്ങ് കയറ്റി വെക്കും. ഇങ്ങനെ ഓരോരുത്തരും മരിക്കുമ്പോൾ അവരുടെ കുടുംബ കല്ലറ എന്ന് പറയാം, അതിനകത്തോട്ട് കയറിയിരിക്കുക. ഇവൻ എവിടെ അന്തി ഉറങ്ങുന്നറിയാമോ? ഈ കല്ലറയ്ക്കകത്താ. നന്നായിട്ട് ജീവിച്ചവന് ഇവനിപ്പോ എവിടെ കിടന്ന് ഉറങ്ങുന്നേ? അവിടെ എന്തോ ഉള്ളേ? തലമുടി, അസ്ഥി കഷ്ണം, എല്ലിൻ കഷ്ണങ്ങള്, പിന്നെ കുറെ ഡെഡ് ബോഡി, കുറെ പുഴുക്കള്, വല്ലാത്ത ദുർഗന്ധം. അവനിത് സന്തോഷ. പ്രൈസ് ദി ലോർഡ്. അവൻ അതുവരെ നന്നായിട്ട് ജീവിച്ചവന്, പ്രൈസ് ദി ലോർഡ്, നല്ല ആഹാരം കഴിച്ച് നല്ല വസ്ത്രം ധരിച്ച് നന്നായിട്ട് ജീവിച്ചവന്റെ മേല് പ്രൈസ് ദി ലോർഡ് അശുദ്ധാത്മാവ് ബാധിച്ചു കഴിഞ്ഞപ്പോ ഏതോ വാതിൽ അവൻ തുറന്നിട്ടത് കൊണ്ട് അവനിലേക്ക് അശുദ്ധാത്മാവ് കയറി കഴിഞ്ഞിട്ട് അവനെ കൊണ്ടുപോയ സ്ഥലം കണ്ടോ? നിങ്ങൾ ഒരു വാക്യം കൂടെ വേഗത്തിന് വായിക്കും. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം. അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടു പോകുവാൻ കൽപ്പിച്ചിരുന്നു. അത് വളരെ കാലമായി അവനെ ബാധിച്ചിരുന്നു. അവനെ ചങ്ങലയും വിലങ്ങുമിട്ട് ബന്ധിച്ചു സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ബന്ധനങ്ങളെ തകർക്കുകയും ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പിശാച് അവനെ കാടുകളിലേക്ക് ഓടിച്ചു കൊണ്ടുവരിക. പ്രൈസ് ദി ലോർഡ്. നന്നായിട്ട് ജീവിച്ച ഒരുവനെ ഇപ്പൊ വചനം പറയുക, പിശാച് ഇവനെ ഓടിച്ച് കാടുകളിലേക്ക് കയറ്റുക. വീട്ടിനകത്തിരുന്നവനെ കാടുകളിലേക്ക് അലഞ്ഞ് നടക്കുമാറാക്കിയത് ആരെന്നറിയാമോ? അവനിൽ വ്യാപരിക്കുന്ന ദുരാത്മാവാ. പ്രൈസ് ദി ലോർഡ്. പിശാചിന് ഇടം കൊടുക്കരുത്. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, ദൈവത്തോട് അടുത്ത് ചെല്ലുവൻ, ദൈവത്തിന് നിങ്ങളെ തന്നെ സമർപ്പിപ്പൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പൻ, പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ പിശാച് എന്ത് ചെയ്യും? അവൻ ഓടിച്ചു കരുന്നുണ്ടോ? അശുദ്ധാത്മാവ് ബാധിച്ചു കഴിഞ്ഞപ്പോ ഇവനെ വീട്ടിലിരിക്കാൻ സമ്മതിക്കാതെ ഇവനെ ഓടിച്ച് കാടുകളിലേക്ക് അയച്ചു കഴിയുക. ഇവൻ എവിടെയാ പോയിരിക്കുന്നത്? കല്ലറകൾക്കകത്ത് പോയിട്ട് പ്രൈസ് ദി ലോർഡ് ദുർഗന്ധം വമിക്കുന്ന ഈ ശവശരീരങ്ങൾക്ക് അടുത്തല് അവൻ ഇരിക്കുക. ഇവന് പ്രൈസ് ദി ലോർഡ് ആൾക്കൂട്ടത്തിൽ ചെന്ന് നിൽക്കാൻ താല്പര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഓർത്തെടുത്ത് പറഞ്ഞു വേണം, കർത്താവേ, ഞങ്ങളുടെ ഭവനത്തിനകത്ത് ദുരാത്മാവ് ബാധിച്ച, ശത്രു ദൃഷ്ടി വെച്ച ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ അതിന്റെ മേലെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ശത്രു ഒന്നിനെ പോലും തൊടുവാൻ ഇടവരാതെ വണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങളുടെ ഭവനങ്ങൾക്കകത്തുണ്ടാകട്ടെ. ശത്രു ദൃഷ്ടി വെച്ച് കഴിഞ്ഞിട്ടെ നമ്മൾ ചിന്തിക്കും, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇപ്പൊ കുഴപ്പമൊന്നും വരത്തില്ല, അത് ഇച്ചിരി കഴിഞ്ഞേ വരത്തുള്ളൂ. നമ്മൾ പ്രാർത്ഥിച്ചോളണം, ദൈവമക്കൾ പ്രാർത്ഥിച്ചോളണം. കർത്താവേ, പ്രൈസ് ദി ലോർഡ്, അശുദ്ധാത്മാവ് ഒന്നിനെ പോലും തിട്ടിവെക്കാൻ ഇടവരരുത് ഞങ്ങളുടെ കുടുംബത്തിൽ. പ്രൈസ് ദി ലോർഡ്. അത് മകനാകട്ടെ, മകളാകട്ടെ, അത് ഭർത്താവാകട്ടെ, ഭാര്യയാകട്ടെ, അത് തലമുറയാകട്ടെ, അപ്പനാകട്ടെ, അമ്മയാകട്ടെ, പ്രൈസ് ദി ലോർഡ്, കുടുംബങ്ങളെ ശിഥിലമാക്കുവാൻ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന് അവകാശമായതിന്, കർത്താവിനെ ആരാധിക്കുന്നവന് ദൃഷ്ടി വച്ചിരിക്കുന്ന ദുരാത്മ മണ്ഡലങ്ങളോട് ഇന്ന് പകൽക്കാലം നിങ്ങൾ വാദിച്ചു പറയണം, കർത്താവിന്റെ രക്തത്താൽ എന്റെ കുടുംബത്തെ ഞാൻ പൊതിയുക, എന്റെ തലമുറയെ ഞാൻ പൊതിയുക, എന്റെ കുഞ്ഞിനെ ഞാൻ പൊതിയുക, എന്റെ ഭർത്താവിനെ ഞാൻ പൊതിയുക, എന്റെ ഭാര്യയെ ഞാൻ പൊതിയുക. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ക്ഷീണിച്ചു പോകാതെ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ശത്രു അതിനെതിരെ നിൽക്കുന്ന എല്ലാ മണ്ഡലങ്ങളും വിട്ടുമാറിപ്പോകും. Glory to God, glory to God. ചത്തതിനെ കണ്ടോ? ഒന്ന്, ഇവന് ആൾക്കൂട്ടത്തെ ഇഷ്ടമല്ല, ഒറ്റയ്ക്കിരിക്കുക. 2, ഇവന് വെളിച്ചം ഇഷ്ടമല്ല, ഇരുട്ടിലിരിക്കുക. ഇരുട്ടത്ത് പോയി ഇരിക്കുക, വെളിച്ചം ഇഷ്ടമല്ല. 3, മൊത്തത്തിലൊരു ദുർഗന്ധം. ചിലർ പറയത്തില്ലേ, ഭയങ്കര ദുർഗന്ധം പിടിച്ചിട്ട് അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ പ്രാരംഭം. പ്രൈസ് ദി ലോർഡ്. അശുദ്ധാത്മാവ് ഒരുവന്റെ മേലെ കടന്നു കഴിയുമ്പോൾ കുളിച്ച് വൃത്തിയായി പ്രൈസ് ദി ലോർഡ് നല്ല ഉടുപ്പൊക്കെ ഇട്ട് എല്ലാ ദിവസവും വന്നിങ്ങനെ പ്ലസന്റ് ആയി ആൾക്കാരുടെ നടുവിലൂടെ അങ്ങനെയൊന്നുമല്ല. അവനെ കാണുമ്പോഴേ തിരിച്ചറിയാം ദുഷ്ടൻ ഇവന്റെ മേലെ ദൃഷ്ടി വച്ചിട്ടുണ്ട്. ഇവൻ അവന്റെ അടുക്കലേക്ക് പിടിച്ചടുപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു തക്കരം കിട്ടിയ ഇവനെ വേണ്ടി കാത്തിരിക്കുക പിശാച്.
നിന്നെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി പിശാച് എന്ത് ചെയ്യുക? കാത്തിരിക്കുക. നമ്മളൊക്കെ ചിന്തിക്കും, ഞാൻ വലിയ പ്രാർത്ഥനയൊന്നുമില്ല, പക്ഷെ എങ്ങനെയൊക്കെ അങ്ങ് തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോകുന്നു. നീ തട്ടിമുട്ടിയും പോയതല്ല, നിനക്ക് വേണ്ടി ആരൊക്കെയോ കണ്ണീരൊഴുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി ആരൊക്കെ കണ്ണീരൊഴുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് തട്ടിമുട്ടിയൊക്കെ പോകുന്നേ. പ്രൈസ് ദി ലോർഡ്. അതങ്ങോട്ട് നിന്ന് കഴിഞ്ഞാലേ ഇവിടെ ആൾ വെയിറ്റ് ചെയ്തിരിക്കുവോ? പ്രൈസ് ദി ലോർഡ്. നിന്നെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി ഇവനൊന്ന് കാത്തിരിക്കുവോ? എന്തിനാ? നിന്നെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി കാടുകളിലേക്ക് പറഞ്ഞയക്കാൻ. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ചെറുപ്പക്കാരനെ അവന്റെ വീട്ടിനകത്തുനിന്ന് വലിച്ചിറക്കി അവനെ കാടുകളിലേക്ക്. എന്നിട്ട് അവന് പിന്നെ വീട്ടിൽ പോകുന്നോ? ഇല്ല. ഇവിടെ ഗ്രീക്കിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, കട്ടിയോക്കീസിസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇറ്റ്സ് എ പെർമനന്റ് റെസിഡന്റ് എന്ന് പറഞ്ഞ അവന്റെ സ്ഥിരതാമസം കല്ലറയില്ല. വീട്ടിൽ പൊക്കോണ്ടിരുന്നവൻ, വീട്ടിൽ കിടന്ന് ഉറങ്ങിയവന്, പ്രൈസ് ദി ലോർഡ്, അവന് ഒരു വാതിൽ തുറന്നു കൊടുത്തപ്പോ, ലോകപ്രകാരം ഒന്ന് ജീവിച്ചപ്പോ, പ്രൈസ് ദി ലോർഡ്, ഒന്ന് ദൈവത്തെ അറിയാൻ മറന്നുപോയപ്പോ, ദൈവത്തെ ആരാധിപ്പാൻ മറന്നുപോയപ്പോ, ആത്മീക ജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതിരുന്നപ്പോ, ശത്രു അകത്ത് കയറിയപ്പോ എന്തുവാ സംഭവിച്ചത്? അവനെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി അവനെ കല്ലറകളിൽ ഇറക്കി. പ്രാർത്ഥിച്ചോളണം. നമ്മളെ കുടുംബങ്ങൾക്ക് വേണ്ടി ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിക്കണം. പ്രൈസ് കർത്താവേ, ഞങ്ങളെ കൂടെയുള്ള ഒന്നിനെയും ദുഷ്ടൻ തൃട്ടി വെക്കരുത്. ഒന്ന്, അവനെ കല്ലറകളിലേക്ക് കൊണ്ടുപോയി. വായിച്ചേ, അതിന്റെ 3ഉം 4ഉം വാക്യങ്ങളുടെ വായിച്ചേ. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചു കൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. കണ്ടോ? ചങ്ങല കൊണ്ടുപോലും അവനെ ബന്ധിച്ചുകൂടാ. പ്രൈസ് ദി ലോർഡ്. ഓരോ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ പറയാറുണ്ട്, പക്ഷേ ഞങ്ങൾ കൗൺസിലറെ കാണിച്ചു, സൈക്കോളജിസ്റ്റുകളെ കൊണ്ട് കാണിച്ചു, പ്രൈസ് ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചു, എന്നിട്ടൊരു മാറ്റവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആ ഭാഗത്തോട്ടൊക്കെ വരിക. ചങ്ങല കൊണ്ടുപോലും അവരെ കൊണ്ട് ആകുന്ന രീതിയിൽ, വീട്ടുകാരെ കൊണ്ട് ആകുന്ന രീതിയിലൊക്കെ ഇയാളെ പിടിച്ചു കെട്ടാനായിട്ട് പലതും ശ്രമിച്ചു നോക്കി. എന്നിട്ട് എന്തുവാ ചെയ്യുന്നത്? ഇവൻ ഇട്ട പൊട്ടുകളെല്ലാം, ഇവനെ പൂട്ടിയിരിക്കുന്ന പൊട്ടുകളെല്ലാം, എല്ലാ ചങ്ങലയും പൊട്ടിച്ച് ഇവൻ പുറത്തേക്ക് അവനെ കൊണ്ടുപോവുക. കാര്യം എന്തെന്നറിയാമോ? ഇവന്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവ് വേറെ ആയതുകൊണ്ട് ഇവനെ വീട്ടിലിരുത്തത്തില്ല, ഇവനെ ഓടിച്ച് കാടുകളിലേക്ക് കയറ്റുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വീട്ടിലിരിക്കാൻ ഒരു താല്പര്യമില്ല, വീട് ഇഷ്ടമല്ല. ഇഷ്ടമില്ലാത്ത കാര്യം എന്തുവാ? ആഹാരമില്ലേ? ഉണ്ട്. സമാധാനത്തിന് നീ കുറവുണ്ടോ? ഇല്ല. നല്ല വസ്ത്രങ്ങളില്ലേ? ഉണ്ട്. പിന്നെ എന്താ കുഞ്ഞെ കുഴപ്പം? എനിക്ക് വീട്ടിലിരിക്കാൻ ഇഷ്ടമല്ല. ഓടിച്ച് കയറ്റിയേ. പ്രൈസ് ദി ലോർഡ്. ദൈവം നന്മകൾക്കായി സ്തോത്രം പറഞ്ഞോളണം. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ചെയ്ത നന്മകൾക്കായി സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചെറിയ കുറവുകളും ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്കതൊന്നും സാരമില്ല. കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കായി നന്ദി കർത്താവേ. ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ചങ്ങല കൊണ്ടുപോലും അവരെ കൊണ്ട് പറ്റുന്ന, പ്രൈസ് ദി ലോർഡ്, ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവനെ പിടിച്ച് ബന്ധിപ്പാനായിട്ട് ഉപയോഗിക്കുന്ന ചങ്ങലയാ. ചങ്ങല കൊണ്ട് ഇവനെ ബന്ധിച്ചിട്ട് പോലും ഇവനെ ബന്ധിപ്പാനായിട്ട് കഴിയുന്നില്ല. ഇവനെ ചങ്ങലയൊക്കെ പൊട്ടിച്ച് വെച്ച്, പ്രൈസ് ദി ലോർഡ്, ഇവനെ ഓടുക. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പിതാവിനെ കണ്ട് സംസാരിച്ചപ്പോൾ അവരുടെ വീട്ടിനകത്തുള്ള കുഞ്ഞിൻ്റെ പ്രശ്നം കാരണം, പ്രൈസ് ദി ലോർഡ്, ഒരു രീതിയിലും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പല പല പ്രശ്നങ്ങൾ. അവസാനം എന്നോട് പറയുക, പാസ്റ്ററെ അത് പോക്ക് കേസാണ്, ഞാൻ കൈവിട്ടതാന്ന്. പാസ്റ്ററെ അത് പോക്ക് കേസാണ്, ഞാൻ കൈവിട്ടതാണ്. നിങ്ങൾ കൈവിടരുത്. പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയൊന്നും കൈവിട്ട് കളയാൻ ക്ഷീണിച്ചു പോകരുത്. പിടിച്ചു വെച്ചു പ്രാർത്ഥിച്ചോളണം. ശത്രു ദൃഷ്ടി വെച്ച് കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, അവന്റെ തലവര മാറ്റി, അവളുടെ അഡ്രസ്സ് മാറ്റി തകർത്ത് കളയുവാൻ തക്കവണ്ണം ശത്രു വാദിക്കുമ്പോൾ ഇത് പകൽക്കാലം പറയണം, കർത്താവേ, എൻ്റെ ഭവനത്തിനകത്ത് ശത്രു ദൃഷ്ടി വെച്ച ഒരെണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ മേൽ അവകാശം പറയുവാൻ ഞാൻ സമ്മതിക്കാതെ ഞാൻ ഇടയിൽ നിന്ന് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുടുംബത്തിനായി ഞാൻ പ്രാർത്ഥിക്കുക, എൻ്റെ ഭാര്യയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുക, എൻ്റെ ഭർത്താവിനായി ഞാൻ പ്രാർത്ഥിക്കുക, എൻ്റെ തലമുറയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുക. ശത്രു ദൃഷ്ടി വെച്ച് അവനെ ഭവനത്തിനകത്ത് നിന്ന് ഇറക്കി കളയുവാൻ, അവളെ ഭവനത്തിനകത്ത് നിന്ന് ഇറക്കി കളയുവാൻ, അവളെ ഭാവി ഇല്ലാതാക്കുവാൻ, അവന്റെ ഭാവി ഇല്ലാതാക്കുവാൻ വാദിക്കുന്ന എല്ലാ പോരിന്റെ മണ്ഡലങ്ങളെയും ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിച്ച് ശാസിച്ച് അതിന്റെ മേലെ ഞങ്ങൾ ജയമെടുക്കുകയാണ്. ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിട്ട് ആർക്കും അവൻ അടിയാൻ പറ്റുന്നില്ല, അടക്കാൻ കഴിയും. ഞങ്ങളെ കൊണ്ടിന് വയ്യ. എത്രയോ കുടുംബങ്ങളെന്ന് കേൾക്കുന്നറിയാമോ? ഞങ്ങളെ കൊണ്ടിനി
വയ്യ. ഞങ്ങളിനി എന്ത് ചെയ്യാനാ? ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു നോക്കി, ഞങ്ങളെ കൊണ്ട് ഇനി വയ്യ, ഞങ്ങളെ കൊണ്ട് ഇനി പറ്റത്തില്ല. കാര്യം എന്തുവാ? ഇവനോട് പറഞ്ഞേ കേൾക്കത്തില്ല, ഇവളോട് പറഞ്ഞേ കേൾക്കത്തില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ കണ്ണുനീരോട് ഇരിക്കുന്നവര് ഇന്ന് പകൽക്കാലം നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചോളണം. തമ്പുരാന്റെ ഒരു വിടുതല് നമ്മുടെ ഭവനങ്ങൾക്കകത്ത് വ്യാപരിക്കണം. പ്രൈസ് ലോർഡ്. ക്ഷീണിച്ചൊന്നും പോകണ്ട. പ്രൈസ് ലോർഡ്. നോക്കിയേ, അടുത്ത ഭാഗം ഒന്ന് 5-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പ്രൈസ് ലോർഡ്. ഈ ഭൂതഗ്രസ്തന്റെ 3-ാമത്തെ സ്വഭാവം എന്താണെന്നറിയാമോ? അവൻ തന്നെ ചതയ്ക്കുക. സെൽഫ് ഹാം. തന്നെത്താൻ ചതയ്ക്കുക. ആരെങ്കിലും ഇവനെ ഉപദ്രവിക്കുകയാണോ? ഇല്ല. പ്രൈസ് ലോർഡ്. ഇന്ന് ഈ ദിവസങ്ങളിൽ എടുത്ത റിസർച്ചുകളിൽ ഏറ്റവും വലിയ റിസർച്ച് എന്ന് പറയുന്നത് യൗവനക്കാരിൽ, വിശേഷാൽ 13 വയസ്സ് മുതൽ 30 വയസ്സിനുള്ളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് മറ്റുള്ളവരിലും ഉണ്ട്. എന്തുവാണെന്നറിയാമോ? സെൽഫ് ഹാം ചെയ്യുക. ഞാൻ ഇടയ്ക്ക് ഒരു മാഗസീനിൽ വായിച്ചത്, ഒരു പെൺകുട്ടിക്ക് അവളുടെ അമ്മ മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് അവളുടെ ശരീരത്തിലൊക്കെ അവൾ മുറിവുകൾ ഉണ്ടാക്കി. അപ്പോൾ മുറിവുകൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ അവളെയും കൂട്ടിക്കൊണ്ട് ഒരു കൗൺസിലറുടെ അടുത്ത് പോയി. കൗൺസിലർ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കൗൺസിലർ ചോദിച്ചു, കുഞ്ഞ് നീ എന്തിനാണ് ശരീരത്തിലൊക്കെ ഇങ്ങനെ മുറിവ് ഉണ്ടാക്കിയത്? അപ്പോൾ അമ്മയോട് ഞാൻ മൊബൈൽ ഫോൺ ചോദിച്ചു, എനിക്ക് മൊബൈൽ ഫോൺ മേടിച്ചു തന്നില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടി. ശരീരത്തിൽ മുറിവുണ്ടാക്കിയപ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടി. ഇത് ദൈവികമല്ല. സെൽഫ് ഹാം ഈസ് നോട്ട് ഫ്രം ഗാഡ്, ഇറ്റ്സ് ഡീമൻ. യു ആർ പൊസസ്ഡ്. നിങ്ങളെ പിശാച് പിടിച്ചു എന്ന് ഉറപ്പിച്ചോളണം. നിങ്ങളെ ശരീരത്തിന് നിങ്ങൾ മുറിവേൽപ്പിക്കുന്നുണ്ടെങ്കിൽ ശത്രു നിങ്ങളുടെ മേൽ ദൃഷ്ടി വച്ചിരിക്കുക. പ്രാർത്ഥിച്ചോളണം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ, പ്രൈസ് ലോർഡ്, അതെന്നെ വിട്ട് മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അതെൻ്റെ തലമുറയെ വിട്ട് മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അതെൻ്റെ കുടുംബത്തെ വിട്ട് മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അതെൻ്റെ കുഞ്ഞുങ്ങളെ വിട്ട് മാറട്ടെ. ദൈവശക്തിയാൽ പൊതിയപ്പെടട്ടെ. കർത്താവ് ടെൻഷൻ വന്നിട്ട് ചെയ്തതാ പറഞ്ഞങ്ങ് നിർത്തിക്കളയരുത്. പ്രാർത്ഥിച്ചോളണം. സാരമില്ല എന്ന് പറഞ്ഞൊന്ന് വിട്ടുകളയരുത്. നോക്കിയേ, മനുഷ്യനെ നോക്കിയേ, അവൻ കല്ലുകൊണ്ട് തന്നെത്താൻ ചതച്ചും പിന്നെ രണ്ടാമത് എന്തുവാ ചെയ്യുന്ന? അവൻ നിലവിളിക്കുക, ശബ്ദം ഉണ്ടാക്കുക. എന്തൊക്കെയൊക്കെ ശബ്ദം ഉണ്ടാക്കുക. ഇതെന്തിനെങ്കിലും ശബ്ദം ഉണ്ടാക്കുന്നേ? അതാ പ്രശ്നം. ആള് വേറെയാ, ആളിന്റെ സ്വഭാവമൊക്കെ കാണിക്കുന്നേ. അവൻ കയറിയിരിക്കുന്നതിനെ അവൻ നശിപ്പിക്കും. പ്രൈസ് ലോർഡ്. കുഴപ്പമില്ല, പള്ളി വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ആരാധന കൂടിയില്ലെങ്കിൽ കുഴപ്പമില്ല, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കുഞ്ഞ് തിരക്കില്ല, അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ പറ്റത്തില്ല, കുഴപ്പമില്ല. പ്രൈസ് ലോർഡ്. ഈ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പറയും മുഴുവൻ കുഴപ്പമാണ്. 10 കുഴപ്പം കൂടുമ്പോഴേ ഒരു ദിവസം വലിയ കുഴപ്പമായിട്ടങ്ങ് മാറും. അതുകൊണ്ട് പ്രാർത്ഥനകൾ മുടക്കരുത്. കുഞ്ഞുങ്ങൾ, പ്രൈസ് ലോർഡ്, പകൽക്കാലം നമ്മുടെ ആലയത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ വിശേഷാൽ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. പ്രൈസ് ലോർഡ്. നിങ്ങൾക്ക് ദൈവത്തെ ആരാധിപ്പാൻ കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. വചനം വായിപ്പാൻ കഴിയുമ്പോഴൊക്കെ നിങ്ങൾ ദൈവത്തെ വചനം വായിച്ചു പ്രാർത്ഥിച്ചോളണം. പ്രൈസ് ലോർഡ്. ഒരു കൂട്ടായ്മ കൂടാൻ അവസരം കിട്ടിയാൽ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചോളണം. കാരണം ഇതിനകത്ത് ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇന്ന് പകൽക്കാലം കേട്ടതുപോലെ പ്രൈസ് ലോർഡ്, തന്റെ ഭക്തന്മാരെയോ യഹോവയുടെ ദയ ചുറ്റിക്കൊള്ളുക, തന്റെ ഭക്തന്മാരെയോ അവന്റെ ദയ അവരെ ചുറ്റി പൊതിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയും പോകുന്നത്. അല്ല നമ്മുടെ കഴിവോ മിടുക്കോ കൊണ്ടൊന്നും അല്ല. ഇത് പകൽക്കാലം പറയണം, കർത്താവേ, അവിടുത്തെ നടത്തിപ്പിനായി, അവിടുത്തെ കരുതലിനായി, അവിടുത്തെ ദയക്കായി, അവിടുത്തെ പ്രൊട്ടക്ഷനായി നന്ദി കർത്താവേ. തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. ഈ പിശാച് ഇവന്റെ ശരീരത്തിൽ വന്നു കഴിഞ്ഞപ്പോ ചില സംഭവങ്ങൾ നടന്നു. വായിച്ചേ, മത്തായി മാർക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താലെ എന്നെ ജനിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവ് ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. നിന്റെ പേരെന്തേ എന്ന് അവനോട് ചോദിച്ചതിന് എന്റെ പേര് ലഗ്യൻ, ഞങ്ങൾ പലവരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. യേശു കർത്താവ് ഗദരദേശത്ത് വരുന്നത് വരെ ഇവനെ നോക്കി വെച്ച് മറ്റുള്ളവർ പറഞ്ഞു ഇവനെന്തോ കുഴപ്പമുള്ളതെന്നാ. ഇവനെന്തോ കുഴപ്പമുണ്ട്. എന്താ ഇവന്റെ കുഴപ്പം?
ശരീരത്തെ കീറി മുറിക്കുന്നു, കല്ലറകളിലേ കിടക്കത്തുള്ളൂ. ഇവൻ വീട്ടിൽ പോകത്തില്ല. പ്രൈസ് ലോർഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞോട്ട് നടക്കുക. പ്രൈസ് ലോർഡ്. ഇവൻ നേരെ വീട്ടിൽ കയറത്തില്ല. ആര് പറഞ്ഞാലും അനുസരിക്കത്തില്ല. വല്ലാത്ത കോപിഷ്ഠന, എന്തൊക്കെയോ കൂകി വിളിച്ചുകൊണ്ടങ്ങ് നടക്കുക. അങ്ങനെ പല ഐഡന്റിറ്റികളും ഇവനെ കുറിച്ച് പറയുക. എന്നാൽ എന്താ സംഭവിച്ചെന്നറിയാമോ? യേശു കർത്താവ് ഇവന്റെ അടുക്കലേക്ക് വന്നപ്പോ അകത്തിരുന്നവൻ വെളിപ്പെട്ട് വരിക. എന്റെ യേശുവിന്റെ അടുക്കൽ അങ്ങോട്ട് ചെല്ലുമ്പോണ്ടല്ലോ, അകത്ത് മറഞ്ഞിരിക്കുന്ന ദുരാത്മാവിന് അവൻ അകത്തിരിപ്പാൻ കഴിയാതെ അവൻ വെളിപ്പെട്ട് വരും. പ്രൈസ് ലോർഡ്. നമ്മൾ പറയും അത് കോപമാ, നമ്മൾ പറയും അത് പ്രശ്നമല്ല. പ്രൈസ് ലോർഡ്. അത് സ്വഭാവത്തിന്റെ ഭാഗമാ. ഇത് പകൽക്കാലം വചനം പറയുക, അത് സ്വഭാവത്തിന്റെ ഭാഗമല്ല, കുഴപ്പമില്ല എന്ന് പറയരുത്. അകത്തിരിക്കുന്ന ദുരാത്മാവ് പുറത്തിറങ്ങി കഴിയുമ്പോ പ്രൈസ് ലോർഡ് അവന് പൂർണ്ണമായും അത് വിട്ടുമാറി അവൻ കൊള്ളാകുന്നവനായി മാറും. യേശു കർത്താവ് ഗദരദേശത്ത് വന്ന് ഈ യൗവനക്കാരനെ തൊട്ട് കഴിഞ്ഞപ്പോ, യൗവനക്കാരനെ കണ്ടു കഴിഞ്ഞപ്പോ അവന്റെ അകത്തിരുന്ന ദുരാത്മാവ് പുറത്തേക്ക് വന്നു. അതിന്റെ 7-ാമത്തെ വാക്യത്തില് അവൻ ഉറക്കെ നിലവിളിച്ച്, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിച്ചു. എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് ആര് പറയുക? ഇവൻ പറയുക. യേശു കർത്താവ് ദണ്ഡിപ്പിച്ചോ? ഇല്ല. പക്ഷെ യേശുവിനെ കാണുമ്പോൾ ഏതു ദുരാത്മാവിന്റെയും അടിപതറും. പ്രൈസ് ദി ലോർഡ്. കാര്യം എന്തുവാ? കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ശത്രുവിനെ തകർത്ത് അവന്റെ തല തകർത്തു. പ്രൈസ് ലോർഡ്. അവനെ നിരായുധനാക്കി, അവനെ പരസ്യമായ നാണക്കേടാക്കിയിരിക്കുക. ശത്രുവിന്റെ മേല് ജയാളിയായ കർത്താവ് പറയുക, പ്രൈസ് ലോർഡ്, നീ ശത്രുവിനെ കണ്ട് ഭയപ്പെടേണ്ട, പകരം എന്ത് ചെയ്യണം? കർത്താവിന് താണിരിക്കണം. ശത്രുവിനോട് എതിർത്ത് നിൽക്കുക, ദൈവത്തോട് അടുത്ത് വരിക. എന്ന് പകൽക്കാലം പറഞ്ഞ കർത്താവെ, എന്നോട് അടുത്തിരിക്കുവാൻ, കർത്താവെ അങ്ങോട്ട് അടുത്തിരിപ്പാനുള്ള കൃപ നീ എനിക്ക് തരണമേ. ശത്രുവിനോട് എതിർത്ത് നിൽപ്പാൻ പ്രൈസ് ലോർഡ് ഇന്ന് പകൽക്കാലം നീ എനിക്ക് കൃപ തരണമേ എന്ന് ദൈവത്തോട് പറഞ്ഞ പ്രൈസ് ലോർഡ്. ശത്രുവിന്റെ തല തകർത്ത കർത്താവ്, ശത്രുവിനെ നിരായുധനാക്കിയ കർത്താവ്, പ്രൈസ് ലോർഡ്. ആ കർത്താവിന്റെ നാമം പറഞ്ഞ് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ എന്റെ ഭവനത്തിന്റെ മേൽ വ്യാപരിക്കുന്ന എല്ലാ ദുരാത്മ മണ്ഡലങ്ങളും മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്റെ തലമുറയുടെ മേൽ ദൃഷ്ടി വച്ചിരിക്കുന്ന എല്ലാ ദുഷ്ട വ്യാപാരങ്ങളും മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്നെ ദൃഷ്ടി വച്ചിരിക്കുന്ന, എന്നെ പഠിപ്പാൻ അനുവദിക്കാതെ എന്റെ ഭാവിക്ക് വിരോധമായി വാദിക്കുന്ന, എനിക്ക് സമാധാനം തരാത്ത, എന്നെ വീട്ടിനകത്ത് ഇരിപ്പാൻ അനുവദിക്കാത്ത, എന്നെ പലപ്പോഴും അനാവശ്യമായ ഭാരങ്ങൾ കൊണ്ടിട്ട്, ആകുലതകൾ കൊണ്ടിട്ട് എന്നെ പുറത്തേക്ക് ഓടിച്ചു കളയുന്ന എല്ലാ ദുരാത്മ മണ്ഡലങ്ങളും ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ എന്നെ വിട്ട് മാറിപ്പോകട്ടെ. പ്രാർത്ഥിച്ചോളണം, നിങ്ങൾ പ്രാർത്ഥിച്ചോളണം. ഗ്ലോറി ടു ഗോഡ്. നമ്മൾ വിചാരിക്കുന്നത് കൊച്ചു കാര്യമാണ്. ഇറ്റ്സ് വെരി സീരിയസ്. 2, യേശു കർത്താവ് വന്നു കഴിഞ്ഞപ്പം അകത്തിരുന്നത് വെളിപ്പെട്ട് വന്നു. 2-ാമത്തെ കാര്യം എന്ത് ചോദിക്കുക? നിന്റെ പേരെന്തുവാ? എന്തുവാ പറഞ്ഞേ? ലെഗ്യോൻ. റോമ പട്ടാളക്കാരുടെ നിയമം അനുസരിച്ച്, പ്രൊസീജിയർ അനുസരിച്ച് ലെഗ്യോൻ എന്ന് പറയുന്നത് 2000 മുതൽ 6000 വരെയുള്ള പട്ടാളക്കാരെയാ. ഇവൻ 1, പക്ഷെ ഇവരിൽ നിൽക്കുന്നത് പലതാ. ഇനി ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ആ ഭാഗത്തൊന്ന് വായിച്ച് 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികൾ കടന്നിട്ട് കൂട്ടം കടൽ തൂക്കത്തോട് കടലിലേക്ക് പാഞ്ഞ് വീർപ്പുമുട്ടി ചത്തു. അവ ഏകദേശം 2000 ആയി. മതി അമ്മാമ. ഈ യൗവനക്കാരിൽ നിന്ന് ഇറങ്ങിയ പിശാചുക്കള് എത്ര പന്നികളിലേക്കാ പോയത്? 2000 പന്നികളെ കടലിലേക്ക് കടുംതൂക്കത്തോടെ കൊണ്ടുപോയി. അത് എങ്ങനെ ചത്തേ? അത് ഇവൻ തീരേണ്ടതായിരുന്നു. അപ്പൊ നിൽക്കുന്ന ഇതിന്റെ വലിപ്പം മനസ്സിലായല്ലോ. ഇത്രയും കട്ടിയുള്ള സാധനം ഇവന്റെ കൂടെ നിന്ന് പ്രൈസ് ലോർഡ് 2000 പത്നികളെ പ്രൈസ് ലോർഡ് ജോസം മുട്ടിച്ച് വീർപ്പ് മുട്ടിച്ച് കൊന്നുകളയാൻ കഴിയുന്ന ദുരാത്മാവ ഇവന്റെ മേൽ നിന്നത്. പ്രൈസ് ലോർഡ്. ഇത് ഇച്ചിരി കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ, പ്രാർത്ഥനയ്ക്കൊന്നും വന്നില്ലായിരുന്നെങ്കിൽ, ഒന്ന് ദൈവസന്നിധിയിലോട്ട് കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ, കർത്താവ് ഒന്ന് തൊട്ടില്ലായിരുന്നെങ്കിൽ ഇവൻ വീർപ്പ് മുട്ടി ചത്തുപോയേനെ. ഏത് വലുതിന്റെയും വ്യാധിയെ മാറ്റുവാൻ എൻ്റെ കർത്താവിന് കഴിയും.
പ്രാർത്ഥിച്ചോളണം. പ്രൈസ് ദി ലോർഡ്, പ്രാർത്ഥിച്ചോളണം. സാരമില്ല എന്ന് പറഞ്ഞൊന്നും വിട്ടുകളയരുത്. കുഴപ്പമില്ല, ഇത് പ്രായത്തിൻ്റെതാ എന്ന് പറഞ്ഞ് വിട്ടുകളയരുത്. അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ സമയമില്ല, നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, വലിയ തിരക്കില്ല എന്നൊന്നും പറഞ്ഞ് വിട്ടുകളയരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നമ്മൾ പ്രാർത്ഥനയോടെ ഇരിക്കണം. കർത്താവ്, എൻ്റെ കുടുംബം എനിക്ക് കർത്താവ് തന്നതാ, എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് കർത്താവ് തന്നതാ. ഇന്ന് പകൽക്കാലം ഞാൻ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ശത്രു അവനെ വീട്ടിൽ കയറ്റാതെ, അവളെ വീട്ടിൽ കയറ്റാതെ, എൻ്റെ ഭർത്താവിനെ വീട്ടിൽ കയറ്റാതെ, ഭാര്യ സമാധാനം കൊടുക്കാതെ അലച്ചു കളയുന്ന എല്ലാ പോരിനെതിരെയും, എല്ലാ ദുരാത്മ മണ്ഡലങ്ങൾക്കെതിരെയും ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഒരുമിച്ച് അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാ പോരിന്റെ ബന്ധനങ്ങളും മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ദുരാത്മ മണ്ഡലങ്ങളും മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ തലമുറകളുടെ മേൽ വ്യാപരിക്കുന്ന, കുടുംബ ബന്ധങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന, കുടുംബ ബന്ധങ്ങളെ തകർത്ത് കളയുവാനായി ശത്രു വ്യാപരിക്കുന്ന എല്ലാ പോരിന്റെ ബന്ധനങ്ങളെയും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത് ഞങ്ങളുടെ ഭവനങ്ങളെ വിട്ടു മാറട്ടെ. അതിന്റെ 9-ഉം 10-ഉം വാക്യം നോക്കിയേ. നിന്റെ പേരെന്തെന്ന് അവനോട് ചോദിച്ചു. എൻ്റെ പേർ ലക്യോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത നോക്കിയേ. നാട്ടിൽ നിന്ന് ഞങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഇവനെന്തിനാ ഈ നാട്ടിൽ നിന്ന് പോണ്ട എന്ന് പറഞ്ഞേ? അത്രയ്ക്ക് അങ്ങ് പിടിച്ചു പോയ ഗദരദേശം. പിശാചിന് ഇവിടെ പോയ സ്ഥലം കിട്ടത്തില്ലേ? ഒരാലോചനയുണ്ട്. വായിച്ച മത്തായി സുവിശേഷം 12-ാം അധ്യായം, നമുക്കറിയുന്നൊരു വേദഭാഗമുണ്ട്. 43 മുതൽ 45 വരെ. അശുദ്ധാത്മാവ് മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം വീടില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോകുന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലും എന്നവൻ പറയുന്നു. ഉടനെ വന്നേ അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണും. പിന്നെ അവൻ പുറപ്പെട്ട് തന്റെ ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവൻ അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പത്തേതിലും വല്ലാതെയാകും. ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. ഈ ഭാഗം നമുക്ക് ആഴത്തിൽ ചിന്തിക്കണമെന്നുണ്ട്, സമയമില്ല. എന്നാൽ 44 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് ഞാൻ കണ്ടോ, എൻ്റെ വീട്. പിശാച് പറയുക എൻ്റെ വീടാ. ഗദരദേശത്തിലെ യൗവനക്കാരനെ നിങ്ങൾ കണ്ടോളൂ. പിശാച് പറയുക അതെൻ്റെ നാടാ. ഇത് എളുപ്പമൊന്നും അല്ല. കുറെ കാലം കൊണ്ട് നടക്കുമ്പോഴേ ഈ സ്വഭാവം കുഴപ്പമില്ല, ഇതിങ്ങനെയൊക്കെ പോട്ടെ എന്ന് പറഞ്ഞ് കുറെ കാലം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പിശാച് പറയും ഇതെന്റെ വീടാ. അവൻ പറയുക എൻ്റെ വീട്ടിലേക്ക് ഞാൻ മടങ്ങി ചെല്ലും എന്നവൻ പറയുന്നു. അത് ഒഴിഞ്ഞതും അടിച്ചു വാരി അലങ്കരിച്ച് ക്ലീനാക്കി ഇട്ടിക്കുക. അത് ഒഴിഞ്ഞു കിടക്കുക. അകത്ത് വചനം കയറണം, അകത്ത് ആരാധന കയറണം, അകത്ത് പ്രാർത്ഥന കയറണം, അകത്ത് ദൈവശക്തി ഇറങ്ങി വരണം, അകത്ത് അഭിഷേകം വ്യാപരിക്കണം. അതല്ല എങ്കിൽ, അത് ഒഴിഞ്ഞാണ്ട് കിടക്കണമെങ്കിൽ ദുരാത്മാവ് അകത്ത് കയറിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒഴിച്ചിടരുത്, നമ്മുടെ ജീവിതങ്ങളെ ഒഴിച്ചിടരുത്. കുഴപ്പമില്ല, ഒരു ബൈബിളും പിടിച്ച് എങ്ങോട്ടെങ്കിലൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞൊന്നും ചിന്തിക്കരുത്. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജീവിതത്തെ വചനം കൊണ്ട് നിറയ്ക്കണം. നമ്മുടെ ഭവനങ്ങളെ ആരാധന കൊണ്ട് നിറയ്ക്കണം. നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവവചനം കൊണ്ട് നിറയ്ക്കണം. അപ്പൊ ശത്രുവിന് അവിടെ നിൽക്കാൻ കഴിയത്തില്ല. ഒരു ദൈവദാസൻ വന്ന് കൈവച്ച് പ്രാർത്ഥിച്ചപ്പം പിശാച് അങ്ങോട്ട് വിട്ടുമാറി. കുഴപ്പമില്ല, പിശാച് പോയല്ലോ, ഇനി കുഴപ്പമൊന്നുമില്ല. ഇവൻ പോയിട്ട് പിന്നെയും വരും. എന്തിനാ പറഞ്ഞറിയാമോ? വീട്ടിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടോ എന്നറിയാൻ. ആരാ കയറുന്നത്? ഇവൻ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന, കൃപയുള്ള ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആത്മീയ ദൈവ പൈതലാണെങ്കിൽ ഓടിപ്പോയി പള്ളിയിലിരിക്കും, പ്രാർത്ഥനയ്ക്കിരിക്കും, ദൈവസന്നിധി വിട്ടുമാറാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പിശാച് കയറിയ ഭാഗത്ത് ദൈവാത്മാവ് കയറി കഴിഞ്ഞാൽ, ദൈവവചനം കയറി കഴിഞ്ഞാൽ പിന്നെ പിശാചിന് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അവൻ പറയും പണ്ടെന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ അവൻ പറയും എനിക്ക് ആ സ്വഭാവത്തോട് താല്പര്യമില്ല, എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ അങ്ങനെ ഇഷ്ടമില്ല, എനിക്ക് ഇരുട്ടിനെ ഇഷ്ടമല്ല, എനിക്ക് എന്റെ ശരീരത്തെ മുറിവേൽപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല, പിശാചിന്റെ പ്രവർത്തികളെ എനിക്ക് ഇഷ്ടമില്ല. കാര്യം എന്തുവാ? എന്റെ ഉള്ളിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവാ. ശത്രുവിന് ഇടം കൊടുക്കരുത്, ശത്രുവിന് ഇടം കൊടുക്കരുത്. നിങ്ങളൊരു വാതിലും തുറന്നിട്ടേച്ചേ, കുഴപ്പമില്ല, ഇത് ഇത്തിരി കാര്യമായിട്ടങ്ങ് പൊക്കോളാന്ന് പറഞ്ഞേച്ചേ, അതിലൂടെ പിശാച് കയറിയേച്ച് കിടന്ന് ഓടേണ്ടി വരരുത്. വാതിലൊക്കെ അങ്ങ് അടച്ചേക്കണം. സ്തോത്രം. പറയുക എൻ്റെ വീട്ടിലേക്ക് ഞാൻ മടങ്ങി ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അതൊഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂടിക്കൊണ്ടുവരികയും അവരവിടെ കയറി പാർക്കുന്നു.
ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി കണ്ടല്ലോ. ഒരു പ്രാവശ്യം പിശാച് പോയെന്ന് പറഞ്ഞ് കാര്യം ക്ഷീണമായെന്ന് പറഞ്ഞു കളയരുത്. ദൈവമക്കൾ പലപ്പോഴും ചെയ്യുന്നൊരു തെറ്റാ. ഒരു കൂട്ടായ്മയ്ക്ക് വന്നിരുന്ന് ഏതെങ്കിലും ഒരു ദിവസം കൈവച്ചങ്ങ് പ്രാർത്ഥിക്കുമ്പം പിശാച് മാറിപ്പോയി, വിഷയം മാറി, താൽക്കാലികമായ ഒരു ആശ്വാസം വന്നു. അത് താൽക്കാലികമാ. നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ദൈവവചനത്താൽ നിറയപ്പെടണം, നിങ്ങൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണം. ഇനി പിശാചിവൻ പോയിച്ച് അടുത്ത 7 കൂട്ടിക്കൊണ്ട് വരാനാ പോയിരിക്കുന്നത്. അവൻ പോയി ഇതിലും ശക്തിയേറിയ, ഇതിലും ദുഷ്ടതയേറിയ 7 കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവന്റെ ജീവിതം മുമ്പിലത്തേതിനേക്കാളും വഷളായി മാറാതിരിപ്പാൻ പ്രൈസ് ദി ലോർഡ് ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിച്ചോളണം. നമ്മുടെ ജീവിതത്തെ വചനം കൊണ്ട്, ആരാധന കൊണ്ട്, ദൈവകൃപ കൊണ്ട് നമ്മൾ നിറച്ചോളണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച മാർക്കോസ് 5-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിലോട്ടൊന്ന് വന്നേ. മാർക്കോസ് 5:15. യേശുവിന്റെ അടുക്കൽ വന്നു. ലജ്ജയുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം കൊണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. പ്രൈസ് ലോർഡ്. യേശുവിന്റെ അടുക്കൽ, പട്ടണത്തിലുണ്ടായിരുന്നവരൊക്കെ യേശുവിന്റെ അടുക്കൽ വന്നു. അവർ കണ്ടത് എന്തുവാ? ലഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ടു. ഇവൻ എങ്ങനെ നന്നായിട്ട് ജീവിക്കേണ്ടവനാ. ഇവനകത്ത് ദുരാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ വീട്ടിൽ കയറത്തില്ല. പ്രൈസ് ലോർഡ്. ഇവൻ വല്ലാതെ ശബ്ദമുണ്ടാക്കി അവിടെ നടക്കുക. ഇവനെ കാർക്കാർക്കെല്ലാം പേടിയാ. ഇവന്റെ അടുക്കലേക്ക് ആരും അടുക്കുന്നില്ല, ഇവനെ ആരും കൂട്ടുന്നില്ല. ഇവനങ്ങ് ഒറ്റപ്പെട്ട് വല്ലാണ്ടായി, ഇവനങ്ങ് ക്ഷീണിച്ച് ദുരാത്മാവ് ഇവനായിട്ട് വട്ടം കറക്കുക. ഇപ്പം കർത്താവ് അവനെ തൊട്ട് കഴിഞ്ഞപ്പോൾ, അവനിൽ നിന്ന് ദുരാത്മാവ് മാറിക്കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ കാര്യം എന്തുവാ? ഇവൻ വസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ഇവനെ നോക്കിച്ച് പറയും, ഒന്ന് വൃത്തിക്കും മെനക്കൊക്കെ ഒന്ന് നടന്നൂടെ എന്ന് മറ്റുള്ളവർ ചോദിക്കുന്നിടത്ത് ഇന്ന് കാണുമ്പോൾ പറയുക ഇവൻ നന്നായി വസ്ത്രം ധരിച്ച് നടക്കുക. 2, ഇവന് സുബോധം വന്നു. ഒത്തിരി പേരുടെ പ്രാർത്ഥന, ഇവനൊരു ബോധമില്ലേ, ഇവക്കൊരു ബോധമില്ലേ. ഈ ചോദ്യമൊക്കെ മാറും കുഞ്ഞുങ്ങളെ. നിങ്ങളെ കർത്താവിന് വേണ്ടി നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താലേ മറ്റുള്ളവർ നിങ്ങളെ കണ്ടേച്ചു പറയും, ഓ അതുപോലൊന്ന് ആയാൽ മതി. പ്രൈസ് ദി ലോർഡ്. കർത്താവിനൊന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട്, കർത്താവിനൊന്ന് ഹൃദയം വിട്ടുകൊടുത്തിട്ട്, തമ്പുരാനെ അവിടുത്തെ ആത്മാവിനാൽ നീ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ഇവനെ നേരത്തെ നോക്കി വെച്ച് ഭയപ്പെട്ട് ഓടുന്നവര്, ഇവനെ പുച്ഛിച്ച് തള്ളിയവര്, ഇവനെ വീട്ടിൽ കയറ്റാതെ ഇവനെ ദൂരത്ത് പാർപ്പിച്ചവര്, ഇവനെ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുന്നവര് ഇന്ന് ഇവനെ കണ്ടിട്ട് ഇവന് വന്ന മാറ്റം കണ്ട് ഇവനെ ഭയപ്പെട്ട് പറയുക, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഭൂതഗ്രസ്തനായിരുന്ന മനുഷ്യനെ അവനെ സുബോധമുള്ളവനാക്കി വഴിയിൽ അലഞ്ഞ് നടന്നവനെ വീട്ടിൽ കയറ്റി പാർപ്പിച്ച ആ ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരിക്കലും ഒരു അത്ഭുതത്തിനും സാധ്യതയില്ലാതെ ഇന്ന് വിളിക്കുന്നുണ്ടോ? എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത് അതിനപ്പുറത്തുള്ളൊരു കാര്യമാണ്. ഇവ യേശുവിൻ്റെ കൂടെ നടക്കുക, പള്ളി കയറാത്തവൻ, പ്രാർത്ഥനയ്ക്ക് ഇരിക്കാത്തവൻ, ഒരു വചനം വായിക്കാൻ പറഞ്ഞ വചനം വായിക്കാത്തവൻ, പ്രൈസ് ഒരു കൂട്ടായ്മയും കൂടാത്തവൻ, പ്രൈസ് പാസ്റ്റർമാരെ കണ്ട 10 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഓടിക്കുന്നവൻ ഇന്ന് കർത്താവിനെ വിട്ട് മാറുന്നില്ല. കണ്ട, എന്നെ യേശു വന്നാൽ അവൻ്റെ മാറ്റങ്ങളൊക്കെ ഭയങ്കര. നിങ്ങൾ പോലും അത് ചെയ്യിച്ചു പോകും, നിങ്ങൾക്ക് പോലും മനസ്സിലാകില്ല. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചേ, കർത്താവേ എനിക്കിപ്പോൾ കാണുന്നതല്ല വേണ്ടത്, ഞാൻ വചനത്തിൽ കേട്ടതുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. കർത്താവേ, ഞങ്ങൾ വചനത്തിൽ കേട്ടതുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. ശത്രു വ്യാപരിക്കുന്ന, ശത്രു ദൃഷ്ടിവെച്ച, ശത്രു അവകാശം പറയുന്ന മേഖലകളുടെ മേല് ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം വെളിപ്പെട്ട് വരട്ടെ. നമ്മൾ ദൈവത്തിന് പ്രാർത്ഥിച്ചോളാം. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, അവന് സുബോധം പൂണ്ടു. യേശുവിൻ്റെ അടുക്കൽ നിന്ന് ഒരു ഭാഗം കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച മാർക്കോസ് സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം 35-ാമത്തെ വാക്യം ഒന്ന് വായിച്ച. 4-ാം അധ്യായം 35-ാം വാക്യവും 5-ാം അധ്യായം 21-ാമത്തെ വാക്യവും. മതി. 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ എന്തുവന്ന്? ആ ഭാഗം ഒന്നുകൂടെ വായിച്ചേ. 4-ാം അധ്യായം 35-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകുക എന്ന് അവൻ അവരോട് പറഞ്ഞു. അക്കരയ്ക്ക് പോകുക എന്ന് ആര് പറഞ്ഞു? കർത്താവ്. നമ്മൾ ഈ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 5-ാം അധ്യായം 21-ാമത്തെ വാക്യം നോക്കിയേ. യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്നു. കണ്ടോ? അക്കരയ്ക്ക് പോയി, ഇക്കരയ്ക്ക് ഇങ്ങ് വന്നു. എന്തിനാ പോയേ?
മറ്റുള്ളവരൊക്കെ പറഞ്ഞു, ഇവൻ ഭൂതഗ്രസ്തനാ, ഇവൻ കല്ലറകളിൽ ഉറങ്ങുന്നവനാ, ഓ ഇവനിനി മാറ്റമൊന്നുമില്ല, ഇവനൊരു തകർച്ചയാ, ഇവനൊരു പരാജയമാ. എന്നാൽ അവന് വേണ്ടി കരയുന്ന ആരോ വീട്ടിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവ് അവിടേക്ക് വരേണ്ടതല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ഭൂതഗ്രസ്തന് വേണ്ടി, ഈ ഭൂതം ബാധിച്ച മനുഷ്യന് വേണ്ടി ആരോ വീട്ടിലിരുന്ന് കരയുന്നുണ്ടായിരുന്നു. ആ കരച്ചിലിനെ മറികടക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ഏത് വലിയ കേസും, ഏത് പ്രതികൂലങ്ങൾ നിറഞ്ഞതും, ഏത് അസാധ്യമായതിനും ഇന്ന് പകൽക്കാലം കർത്താവിന് മാറ്റം വരുത്തുവാൻ തക്കവണ്ണം സാധിക്കും. പ്രാർത്ഥിക്കുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, പ്രാർത്ഥിക്കുന്ന കുഞ്ഞെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ വിട്ടുകടുക്കാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ കണ്ണുനീരിനെ മറികടക്കാത്ത കർത്താവ് നമ്മുടെ ഭവനങ്ങളെ തേടി വരും. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് ദൈവങ്ങളിലേക്ക് ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ച് പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കൈവിട്ട് കളഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഇനി ഇവനൊരു ഭാരമാ, ഇവന് ഭയമാ, പ്രൈസ് ദി ലോർഡ്, ഇവൻ കല്ലറകളിൽ ഉറങ്ങുന്നവനാ, ഇവൻ വലിയ ശബ്ദമുണ്ടാക്കുന്നവനാ, ഇവൻ ശരീരം മുറിപ്പെടുത്തുന്നവനാ, ഇവൻ പിശാച് ബാധിച്ചവനാ, ഇവനെ കൂട്ടാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ അവന് വേണ്ടി കരയുന്ന ഒരു മാതാവ്, അവന് വേണ്ടി കരയുന്ന ഒരു പിതാവ് അവന്റെ ഭവനത്തിൽ നിന്ന് കരഞ്ഞപ്പോ കർത്താവ് പ്രൈസ് ദി ലോർഡ് പടക് കയറി അക്കരയ്ക്ക് പോയി ഗദരദേശത്ത് ചെന്ന് അവനെ തൊട്ടിട്ട് പ്രൈസ് ദി ലോർഡ് മടങ്ങി വരിക. എന്തിനാണെന്നറിയാമോ? കണ്ണുനീരിനെ മറികടക്കാത്ത കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥനകളെ കർത്താവ് മറികടക്കത്തില്ല. ഒരു വാക്കിലൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ ഞങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുക, ഞങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുക. ഭൂതഗ്രസ്തനെ പോലെ പ്രൈസ് ദി ലോർഡ് പലപ്പോഴും ഞങ്ങളെ ക്ഷീണിപ്പിച്ച് കളയുന്ന, ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാതെ ഞങ്ങൾ പലതും ചെയ്തു നോക്കി, എന്നിട്ട് ഒരു മറുപടിയും കിട്ടാത്ത പല വിഷയങ്ങളും ഞങ്ങളുടെ ഭവനത്തിനകത്തുണ്ട്. എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് ദൈവങ്ങളിലേക്ക് ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം ഒന്ന് ഉയരട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളോട് ചേർന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിച്ച്, തലമുറകൾക്കായി പ്രാർത്ഥിച്ച്, ഭർത്താവിനായി, ഭാര്യയ്ക്കായി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അമ്മയപ്പന്മാർക്കായി പകൽക്കാലം പ്രാർത്ഥിച്ച്. ശത്രു ആരെയാ ദൃഷ്ടി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഞങ്ങളുടെ ഭവനത്തിൽ ദുഷ്ടം ദൃഷ്ടി വെച്ച മേഖലകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവന്റെ മേൽ വ്യാപരിച്ചിരുന്ന 2000-ഓളം വരുന്ന പ്രൈസ് ദി ലോർഡ് അതിലധികം വരുന്ന ദുരാത്മാക്കള് അവനെ വിട്ട് മാറിയപ്പോ അത് പ്രൈസ് ദി ലോർഡ് പന്നികളുടെ മേല് കടന്തൂക്കത്തോടെ പോയി അതിനെ വീർപ്പ് പൊട്ടിച്ച് കൊന്നുകളഞ്ഞുവെങ്കിൽ ഇത് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിച്ച് കർത്താവേ ആ ബന്ധനങ്ങൾ ഞങ്ങളുടെ ഭവനത്തെ വിട്ട് മാറട്ടെ. ശത്രു വിട്ട എല്ലാ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളെ വിട്ട് മാറട്ടെ. കർത്താവേ ഞങ്ങൾക്ക് എന്തുവാ പറയേണ്ടതെന്ന് അറിയത്തില്ല, ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു നോക്കി, ഞങ്ങളെ കൊണ്ട് കഴിയാത്ത രീതിയിലോട്ട് ഞങ്ങൾ വന്ന് നിൽക്കുക. ഇന്ന് പകൽക്കാലം പരിശുദ്ധനെ ഞങ്ങളോട് മനസ്സലിയണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. താഴ്ത്തി ദൈവത്തോട് പറഞ്ഞ കർത്താവേ ഞങ്ങൾ അതാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു നോക്കി, ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞങ്ങൾ പറഞ്ഞു നോക്കി, പലരെ കൊണ്ടും പറയിച്ചു നോക്കി, ശരിയാകാത്ത പല വിഷയങ്ങളും ഞങ്ങളുടെ ഭവനത്തിനകത്തുണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവേ അവിടെ നിന്ന് വരണം. എൻ്റെ കർത്താവ് ഞങ്ങളുടെ വിഷയങ്ങളിൽ നിന്ന് ഇടപെടണം. ഭൂതഗ്രസ്തനായിരുന്നവനെ കർത്താവ് തൊട്ടപ്പോൾ പ്രൈസ് ദി ലോർഡ് അവനൊരു അത്ഭുതമായി മാറിയതുപോലെ കർത്താവ് ഇന്ന് പകൽക്കാലം ഞങ്ങൾ അസാധ്യമെന്ന് പറയുന്ന പല വിഷയങ്ങളും ഞങ്ങളുടെ ഭവനത്തിനകത്തുണ്ട്. കർത്താവേ ഓ ഇതിന് അത്ഭുതം നടക്കത്തില്ല, ഇനി ഇതിൻ്റെ മേലെ ഒരു ദൈവപ്രവൃത്തി നടക്കത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ക്ഷീണിച്ചു മാറ്റിവെച്ച വിഷയങ്ങളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ മേൽ വിടുതൽ വ്യാപരിക്കട്ടെ. കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ ഭർത്താവിനായി, ഭാര്യയ്ക്കായി, മക്കൾക്കായി ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ആരുടെ പേര് പറഞ്ഞാണോ ഒന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നത്, ആരുടെ പേരെടുത്താണോ ഒന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അവരുടെ ജീവിതത്തിൽ വിടുതൽ വ്യാപരിക്കട്ടപ്പാ. ശത്രു ദൃഷ്ടി വെച്ച അവകാശം പറഞ്ഞിരിക്കുന്ന മേഖലകളിൽ ഈ പകൽക്കാലം വലിയൊരു വിടുതൽ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ദൈവകൃപ വ്യാപരിച്ചതിനായി സ്തോത്രം. അവിടുത്തെ വിടുതൽ ഞങ്ങളുടെ ഭവനങ്ങളെ, ഞങ്ങളുടെ തലമുറകളെ തൊട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പിതാവേ.